ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ശബരിമല വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ശേഷം സെർച്ച് ബാറിൽ ശബരിമല ഓൺലൈൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലിങ്ക് കിട്ടും, ശബരിമല ഓൺലൈൻ എന്നുള്ളത്. ഈ ഒരു പുതിയ ടാബിൽ ഓപ്പൺ ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിന്നും കിട്ടും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ് പേജ് ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു ലോഗിൻ ഫോം കാണാൻ സാധിക്കും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പറും അതോടൊപ്പം തന്നെ ഒരു പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ പുതിയതായിട്ടാണ് ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴെ ന്യൂ യൂസർ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ രജിസ്റ്റർ എന്ന ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കൊടുത്തിട്ട് ചൂസ് ഫയൽ എന്നീ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ അപ്ലോഡ് ചെയ്ത ശേഷം ഇവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആദ്യം ഫസ്റ്റ് നെയിം കൊടുക്കുക, ശേഷം ലാസ്റ്റ് നെയിം കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത്. അപ്പോൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ജെൻഡർ ഏതാണോ ആ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴോട്ട് വരുവാണെങ്കിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ട് അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റേറ്റ് കേരള എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഡിസ്ട്രിക്റ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ശേഷം പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഒരു ID പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏത് ID പ്രൂഫാണ് കൈവശമുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആധാർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം സെലക്ട് ചെയ്ത ID ഏതാണോ ആ IDയുടെ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് വരുവാണെങ്കിൽ നിങ്ങളുടെ ഒരു ഇമെയിൽ ID എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു പാസ്വേഡും കൂടെ കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്ത ശേഷം ഇവിടെ I അഗ്രി എന്ന് പറഞ്ഞ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ വെരിഫൈഡ് ആയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ ഹോം പേജിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ നേരത്തെ കൊടുത്ത ഇമെയിൽ IDയും അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ അതോടൊപ്പം തന്നെ പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ഞാനിവിടെ ഫോൺ നമ്പറാണ് കൊടുക്കുന്നത്. അടുത്ത പാസ്വേഡ് കൊടുക്കുക. ശേഷം ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഡാഷ്ബോർഡ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ പോകേണ്ട ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ ഗ്രീൻ കളർ കാണിക്കുന്നത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഡേറ്റുകളാണ്. റെഡ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാൻ പറ്റാത്ത ഡേറ്റുകളാണ്. അപ്പോൾ ഗ്രീൻ കളറിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം രണ്ടാമത് റൂട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെലക്ട് റൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ 3-4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെലക്ട് സ്ലോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന സ്ലോട്ട് ഏതാണോ അതായത് സമയം, അവിടെ എത്തുന്ന സമയം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നിങ്ങളിവിടെ ഒറ്റയ്ക്കാണോ അതോ കൂടെ ആൾക്കാരുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 5 പിൽഗ്രിംസ് വരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ സെൽഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ബാക്കി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇനി സപ്പോസ് നിങ്ങളുടെ കൂടെ ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ഈ അതർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ ആഡ് പിൽഗ്രിം എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ പിൽഗ്രിംസിൻ്റെ ഡേറ്റ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത കണക്ക് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു ഫോട്ടോയും ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സെൽഫാണ് കൊടുക്കുന്നത്. സോ അത് കൊടുത്തിട്ട് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഞാൻ ഫില്ല് ചെയ്തത്. ശേഷം താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് പ്രസാദം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് പായസമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്വാണ്ടിറ്റി എന്ന ഓപ്ഷനുകളുണ്ട്. സെലക്ട് ചെയ്യുന്നതനുസരിച്ച് താഴെ എത്ര എമൗണ്ട് ആണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത് ഓൺലൈനിൽ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്തായാലും സെലക്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്.
ശേഷം ഇവിടെ ആഡ് ടു വിഷ് ലിസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ എത്ര എമൗണ്ട് ആണ് വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ പ്രസാദം ഒന്നും സെലക്ട് ചെയ്യാത്തതുകൊണ്ട് 0 എമൗണ്ട് ആണ് വരുന്നത്. സപ്പോസ് നിങ്ങൾ പ്രസാദമൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എനിവേ ഇവിടെ പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഓക്കെ കൊടുക്കുക. ബുക്കിംഗ് അവിടെ സക്സസ്ഫുള്ളി കൺഫേംഡ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ടിക്കറ്റിൻ്റെ താഴെ ഡൗൺലോഡ് ടിക്കറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ശബരിമല വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഇനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.